നമസ്കാരം. മലങ്കര സഭയ്ക്കെതിരെ പരിശുദ്ധ കാതോലിക്ക ബാബയ്ക്കെതിരെ സഭയുടെ പാളയം പള്ളിയിൽ ട്രസ്റ്റിയുടെ ആക്രോശം. മലങ്കര സഭയുടെ കത്തീഡ്രൽ പള്ളിയായ പാളയം സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയുടെ ട്രസ്റ്റിയും തിരുവനന്തപുരം ഭദ്രാസനത്തിൽ അംഗവുമായ ജോർജ് തോമസ് ആണ് പരിശുദ്ധ സഭയ്ക്കെതിരെയും പരിശുദ്ധ ബാബ തിരുമേനിക്കെതിരെയും സഭയുടെ കാനോനിക നിയമങ്ങൾ അറിയാതെ അല്ലെങ്കിൽ ഭരണഘടന അറിയാതെ കിടന്ന് പുലമ്പുന്നത്. ആദ്യം അതൊന്ന് കേൾക്കാം. പിന്നീട് അതിനുവേണ്ടിയുള്ള കളക്ഷൻ ഉണ്ടാവില്ല എന്ന് പ്രത്യേകം അറിയിക്കട്ടെ. കൈമത്താനായിട്ട് ലൈനായിട്ട് വരാം. ബഹുമാന്യരായ വൈദികരെ, പ്രിയപ്പെട്ട ഇടവാംഗങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ അസാധാരണമായ ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കണം എന്ന് മാനേജിംഗ് കമ്മിറ്റിയുടെ ട്രസ്റ്റി എന്ന നിലയിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. ആയതിനു വേണ്ടി ആണ് ഇത്തരം അസാധാരണമായൊരു നടപടിയിലേക്ക് നമ്മൾ മുമ്പോട്ട് വരുന്നത്. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ ഇടവകയിലെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവിടെ ഹാജരായിട്ടുണ്ട്. നമ്മുടെ വികാരി അച്ഛൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ച ബാവാ തിരുമേനിയുടെ കൽപ്പനയിലെ രണ്ടാം ഭാഗം, അതായത് ബാവാപ്പറമ്പ് അനധികൃതമായി അദ്ദേഹം കയ്യേറി നമ്മുടെ ഇടവകയ്ക്ക് ഭരണഘടനാനുസൃതം നൽകിയിട്ടുള്ള അവകാശങ്ങളെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇവിടെ കാതോലിക്ക ബാവായുടെയോ അല്ലെങ്കിൽ പരിശുദ്ധ സഭയുടെയോ ഒരു സെൻറ്റർ തിരുവനന്തപുരത്ത് വരുന്നതിന് ഇടവകങ്ങൾ ആരും എതിരല്ല, ഈ ഇടവകയും എതിരല്ല, ഒരു കാലത്തും നമ്മൾ എതിരാവുകയുമില്ല. തിരുവനന്തപുരത്ത് സഭയുടെ ഒരു സെൻറ്റർ വരണമെന്നുള്ളത് നമ്മുടെയും കൂടെ ആഗ്രഹമാണ്. പക്ഷേ നമ്മൾ ആദ്യം മുതൽ ഈ 150 വർഷമായിട്ട് നമ്മൾ പരിപാലിച്ചു വരുന്ന നമ്മുടെ മാത്രം ഈ ഇടവകയുടെ മാത്രം ചെലവിലും കാര്യക്ഷമതമായ കാര്യസ്ഥതയിലും നടത്തി വരുന്ന ഒരു സ്ഥലം നമ്മുടെ അറിവോ സമ്മതമോ കൂടാതെ അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് റെക്കോർഡുകൾ തിരുത്തി ഒരു സഭയ്ക്കും ഒരു കാലത്തും ഒരു ക്രിസ്തീയ സഭ എന്ന് പറയുന്ന ആർക്കും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അനധികൃതമായിട്ട് നമ്മുടെ ഈ സ്ഥലം കയ്യേറിയിരിക്കുകയാണ്. സഭ നമ്മളുമായി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് സഭാ നേതൃത്വത്തിന് നമ്മൾ കൊടുത്ത കത്തുകൾക്കൊന്നും യാതൊരു പ്രതികരണവും സഭാഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഏറ്റവും അവസാനം ബാവാ തിരുമേനി തന്നെ പറഞ്ഞതനുസരിച്ച് നമ്മളൊരു കത്ത് ബാവയുടെ പേർക്ക് അയക്കുകയുണ്ടായി. അതിനകത്ത് ബാവ നിഷ്കർഷിച്ചിരുന്നത് ഇത്ര മാത്രമാണ്: മാനേജിംഗ് കമ്മിറ്റി കൂടണം, മാനേജിംഗ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും ഒപ്പിടണം, നിങ്ങളൊരു പ്രപ്പോസൽ അയക്കണം, 24 മണിക്കൂറിനുള്ളിൽ ഞാൻ അതിൻ്റെ തീരുമാനം അറിയിക്കും എന്ന് ബാവ പറഞ്ഞിരുന്നു. പക്ഷേ 2 മാസമായിട്ടും ഒരു നടപടിയും ഉടനെ പൊക്കിപ്പിടിച്ച് ഭരണഘടന നടപ്പാക്കണമെന്ന് പറഞ്ഞ് കോടതികളിൽ കയറിയിറങ്ങും. ഈ സ്വന്തം സഭയിലെ ഇടവക ജനാംഗങ്ങളോട് കാണിക്കുന്ന ഈ അനീതി തീർച്ചയായിട്ടും ഏറെക്കുറെ സമയം തന്നതാണ്. അവസാനം അങ്ങനെ സംഭവിച്ചു പോയി, ഇങ്ങനെ ഏറെക്കുറെ സമയം തന്നതാണ്. അവസാനം അങ്ങനെ സംഭവിച്ചു പോയി, ഇങ്ങനെ കേസ് കൊടുത്തു അല്ലെങ്കിൽ വഴക്കായി, അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. ഇടവക മാനേജിംഗ് കമ്മിറ്റി എന്നുള്ള നിലയിൽ, ഇടവകയുടെ ട്രസ്റ്റി എന്ന നിലയിൽ ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിക്കേണ്ടി വന്നതിൽ എനിക്കും ഇടവക മാനേജിംഗ് കമ്മിറ്റിക്കും അതിയായ ദുഃഖമുണ്ട്. ഈ വ്യസനം നമ്മൾ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ മേൽഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്ത ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ നമ്മുടെ പ്രതിഷേധം ശക്തമായിട്ട് വീണ്ടും അറിയിക്കുന്നു. നമ്മുടെ വികാരിയെയും നമ്മുടെ പട്ടക്കാരെയും ഈ വിവരം അടിയന്തരമായിട്ട് ബാവാ തിരുമേനിയെ ബോധ്യപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. 15-ാം തീയതി നടത്താനിരിക്കുന്ന കല്ലീടിയിൽ കർമ്മം മാറ്റിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ കാര്യത്തിൽ ഈ ഇടവക ഒറ്റക്കെട്ടായി നിൽക്കും എന്നും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇപ്രകാരം സംസാരിക്കുന്നത് ബുദ്ധിശൂന്യത എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന് സഭയുടെ ഭരണഘടനയെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല. സഭയുടെ സ്വത്തുക്കളുടെ അവകാശി പരിശുദ്ധ സഭയാണ്, പരിശുദ്ധ കാതോലിക്ക ബാബയാണ്. പരിശുദ്ധ കാതോലിക്ക ബാബയുടെ പേരിൽ തന്നെയുള്ള വസ്തുവാണ്. അതുകൊണ്ടാണല്ലോ അതിന് ബാബാ പറമ്പ് എന്ന പേരു തന്നെ വന്നിരിക്കുന്നത്. ആ വസ്തു നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന കങ്കാണി മാത്രമാണ് പാളയം പള്ളിക്കാർ. ഇത് പറയുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമ മനസ്സിൽ ഓർത്തു പോകുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 9 മുതൽ 28 വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അനന്തരം അവർ ജനത്തോട് ഒരു ഉപമ പറഞ്ഞതാണ്. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ഏറിയ കാലം പരദേശത്തേക്ക് പോയി പാർത്തു.
സമയമായപ്പോൾ കുടിയാന്മാരോട് അവരുടെ തോട്ടത്തിന്റെ അവകാശം വാങ്ങുന്നതിന് അവരുടെ അടുത്തേക്ക് ഒരു ദാസനെ അയച്ചു. അവനെ കുടിയാന്മാർ തല്ലി വെറുതെ അയച്ചു കളഞ്ഞു. അവർ മറ്റൊരു ദാസനെ പറഞ്ഞയച്ചു. അവനെയും അവർ തല്ലി അപമാനിച്ചു വെറുതെ അയച്ചു. മൂന്നാമതൊരുത്തനെ പറഞ്ഞയച്ചു. അവർ അവനെയും മുറിവേൽപ്പിച്ചു പുറത്താക്കി കളഞ്ഞു. ഈ ഒരു അവസ്ഥ തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ബാബാ പറമ്പിനുമുണ്ടായത്? ആരെങ്കിലും അതിനുവേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് നിയമവും ഭരണഘടനയും ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ചു വിടുന്ന ഒരു അവസ്ഥയായിരിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാതോലിക്ക ബാബ നട്ടെല്ല് നിവർത്തി നിന്നുകൊണ്ട് അത് പരിശുദ്ധ സഭയുടേതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ടാണിപ്പോൾ ഈ അപശബ്ദങ്ങളൊക്കെ വരുന്നത്. ഒന്ന് ഓർക്കുക, ശരിക്കും പറഞ്ഞാൽ ഇത് സഭയുടെ വസ്തുവാണ്. സഭയുടെ വസ്തു സഭയിൽ എത്തിച്ചേരേണ്ടതാണ്. അതിനെന്താണ്? ഒരു വിശുദ്ധ കുർബാന കഴിഞ്ഞുള്ള സമയത്ത് ജനത്തിനു നേരെ തിരിഞ്ഞുകൊണ്ട് വിശുദ്ധ മദ്ബഹായ്ക്ക് പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് ഇത് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. ഈ ഒരു പ്രവണത മുളയിലെ നുള്ളിക്കളയണം. കങ്കാണിമാർക്ക് ഭൂമിക്ക് അവകാശമില്ല. പണ്ടായിരുന്നു കുടിയടപ്പ് അവകാശം, ഇപ്പോൾ അതുമില്ല. ഇതിപ്പോൾ ഉടയോനെ പിടിച്ചു കെട്ടുന്ന കാലമായി. മലങ്കര മെത്രോപൊലിത്തയുടെ പേരിൽ കരമടയ്ക്കുന്ന വസ്തുവിൽ മലങ്കര മെത്രാപ്പൊലിത്തയ്ക്ക് അവകാശമില്ലേ? കലികാലം. ഇവരെയൊക്കെ സഹിക്കുന്ന ഇടവകക്കാരെ വേണം ആദ്യം തല്ലാൻ. പാളയം പള്ളി മലങ്കര സഭയുടേതാണ്, അല്ലാതെ ട്രസ്റ്റിയുടെ കുടുംബ സ്വത്തല്ല. നാണമില്ലേ ഇടവകക്കാർക്ക് ട്രസ്റ്റിയുടെ തെമ്മാടിത്തരത്തെ കേട്ടുകൊണ്ട് നിൽക്കാൻ? ഇയാളെയൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കണം.